കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുണ്ടായി. രമേശ, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഈ പശ്ചാത്തലത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തോറ്റു, അതുറപ്പാ. നിങ്ങൾ വിഷമിക്കണ്ട, ചായ കുടിക്കേ. ഇരിങ്ങാലക്കുടയിൽ അങ്ങനെ വലിയ മാറ്റമുണ്ട്. ഇരിങ്ങാലക്കുടയിലാണ് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് വലിയ സംഖ്യ പൊട്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ പരിഹസിച്ചുകൊണ്ട് മാർക്സിസ്റ്റുകാരെന്താ ചേർന്നറിയോ? സഹകരണ മേഖലയിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്ന രീതിയിൽ തൃശ്ശൂർ വലിയ വലിയ സിമ്പോസിയങ്ങൾ, സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് ഇവരൊക്കെ ഈ കേന്ദ്ര ഏജൻസികളെ പഴി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. അതിൻ്റെ പടം ദേശാഭിമാനിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ജനങ്ങളെ വെല്ലുവിളിച്ചു. ആളുകളുടെ കാശ് മോട്ടിച്ചാൽ പോരാ, അവരെ പരിഹസിക്കുന്നതിൽ സിമ്പോസിയോ നടത്തി. ആളുകൾ അങ്ങനെ വോട്ട് ചെയ്തു. സുനിൽ കുമാർ ന്യായമായിട്ട് ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ MK കണ്ണനായിരുന്നു. പിന്നെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യും? വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പോകും. പിന്നെ വോട്ട് ചോദിച്ചു തന്ന ആൾക്കാർ വോട്ടെല്ലാം ആട്ടായിരിക്കും കൊടുക്കുക. കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് തെറ്റ്. സത്യത്തിൽ 19 അല്ലെങ്കിൽ 20 സീറ്റിലും തോക്കണ്ടായിരുന്നു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ഗോപിക്ക് വോട്ട് ചെയ്തു. സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി. ഇതിനെ മോഷ്ടിക്കപ്പെട്ട വിജയം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ, ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരോട് യുവരാജ് ഗോകുൽ പറഞ്ഞത് മാത്രമേ പറയേണ്ടതുള്ളൂ. സുരേഷ് ഗോപി ജയിച്ചതിന്റെ അന്ന് തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോൾ അങ്ങേരുടെ ഭാര്യയുടെയും മക്കളുടെയും വോട്ട് വാടക വീട്ടിൽ ചേർത്തു എന്ന് പറഞ്ഞ് വരെയായി കരച്ചിൽ. ഓരോ മാസവും വ്യത്യസ്തങ്ങളായ കരച്ചിലുകളാണ്. ചില മാസങ്ങളിൽ കരുവന്നൂർ കാരണം ജയിച്ചു, ചില മാസങ്ങളിൽ പൂരം കലക്കി ജയിച്ചു, ലേറ്റസ്റ്റ് ഭാര്യയും മക്കളും വോട്ട് ചെയ്ത് ജയിച്ചു. അല്ല സഖാക്കളെ, നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം ബൂത്തിൽ പോലും ലീഡില്ലാതെ പോയത്. അതിന് സുരേഷ് ഗോപി എന്ത് വേണമെന്ന ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. 2-3 സീറ്റുകളൊക്കെയാണ് സാധാരണ ഇടതുപക്ഷത്തിന് കിട്ടാറുള്ളത് കേരളത്തിൽ നിന്ന്. അതുകൊണ്ട് ഇതൊരു വലിയ പരാജയമാണ്, വലിയ ജനവിരുദ്ധ വികാരമാണ് അലയടിച്ചതെന്നൊന്നുമല്ല. ഇവിടെ കുറേ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട്. കൃത്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പുതിയ വോട്ടുകൾ ചേർക്കുന്നതിനകത്ത് ചില വൈമുഖ്യം ഉണ്ടായിട്ടുണ്ട്. അക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞുമായിട്ട് ഇറങ്ങും. കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥക്കിടെ കേരളത്തിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടിയത് കൂടി ഡോക്ടർ ജയരാജ് ഒന്ന് കാണണം. സ്ഥലങ്ങളിൽ ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഉമേഷ് ബാബു സഖാവിനൊക്കെ അറിയാം. PhD ഉള്ള CPM അനുഭാവികളുടെ മുഴുവൻ പ്രശ്നമായിട്ടാണ് ജയരാജന്റെ പ്രശ്നത്തെ ഞാൻ കാണുന്നത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരമായ തോൽവി ഉണ്ടാകുമ്പോഴുള്ള സ്ഥലജല ഭ്രമമുണ്ട്. ഈ ഭ്രമത്തിൽ നിന്ന് ഇത്തരം ഈ ന്യായീകരണക്കാര് പലതും കണ്ടെത്തും. എല്ലായ്പ്പോഴും ഇതിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുക, മുഖ്യമന്ത്രിയെ സ്തുതിക്കുക. ഈ സ്തുതി അതാണ് അദ്ദേഹം. ഞാൻ ഈ കണ്ണൂരായതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ഇതൊക്കെ വളരെ തമാശയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് എടുക്കുള്ളൂ. വ്യത്യാസമില്ലാതെ കേരളത്തിൽ വലിയ തോതിൽ ആളുകൾ ബഹുമാനിക്കുന്ന ഈ പറയുന്ന BJPയുടെ വളരെ വളരെ സൗമ്യമായിട്ടുള്ള ഒരു പഴയ നേതാവാണ് CK പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരുകാരൻ. അദ്ദേഹം മത്സരിച്ചിട്ട് കണ്ണൂരിൽ കിട്ടിയ വോട്ട് 68,000 വോട്ടാണ്. ഇത്തവണ കിട്ടിയത് 1,19,000 വോട്ടാണ്. എന്നാൽ ഏതാണ്ട് 100% വോട്ട് വർദ്ധിച്ചു. ഈ 100% വോട്ട് ഏതൊക്കെ ബൂത്തിലാണ് പോൾ ചെയ്യപ്പെട്ടത് എന്ന് ഈ ന്യായീകരണക്കാർക്ക് അറിയില്ല, ഈ PhDക്കാർക്ക് അറിയില്ല. കാരണം എന്താ ചോദിച്ചാൽ അത് അവർ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് നാട് വാഴുന്നവരെ, പാർട്ടി വാഴുന്നവരെ വാഴ്ത്തുക എന്നതിൽ കവിഞ്ഞ ഒരു ഉദ്ദേശവും ഇല്ലാതെ ജീവിക്കുന്ന പരമപാവങ്ങളാണ്. സന്തോഷായി. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഇത് ബംഗാളിൽ ഇതാണ് നടന്നത്.
ബി.ജെ.പിയുടെ മുൻതൂക്കം ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിരോധ നിര ഞങ്ങൾ കെട്ടിപ്പടുക്കും. കാരണം മതനിരപേക്ഷ ജനാധിപത്യ കേരളം ശരിക്കും ആത്മാർത്ഥതയോടെ കാണിച്ച ഒരു പ്രക്രിയയല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അതിനെ നെഗറ്റീവ് ആക്കി കാണാൻ ശ്രമിക്കും തോറും സംഭവിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും. ഇപ്പോൾ അവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ, സ്വന്തമായിട്ട് ജയിച്ച ഒരു MP സ്ഥാനവും DMK ദാനം കൊടുത്ത 2ഉം കോൺഗ്രസിൽ നിന്ന് ദാനം കിട്ടിയ 1ഉം ആകപ്പാടെ 4 ഉള്ളത്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ബാലം പറഞ്ഞതുപോലെ തന്നെ ഈനാമ്പറ്റിയും മരപ്പട്ടിയും ഒക്കെയായി അതിന്റെ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യേണ്ടത് കിട്ടിയിരിക്കുന്ന 2 മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എത്രമാത്രം പ്രയോജനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ നല്ലതാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നത്, BJPക്കല്ല വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെയൊക്കെ ഉരുക്കു കോട്ടകൾ എന്ന് പറയുന്ന കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കുറവാണ്. അതായത് പിണറായി വിജയന്റെ മണ്ഡലത്തില്, ജയരാജന്മാരുടെ മണ്ഡലങ്ങളില്, ടീച്ചറിന്റെ മണ്ഡലത്തില്, ഇവിടെയൊക്കെ തന്നെ CPM കൂപ്പുകുത്തുന്ന കാഴ്ച കാണുക. അത് ദിവസം പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ, വളരെയധികം തെളിവുകൾ നിരത്തിക്കൊണ്ട് 2023 കർണാടക അസംബ്ലി ഇലക്ഷനിലേക്ക് വരിക. മഹാദേവപുരത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി മഞ്ജുള അരവിന്ദ് ലിംബാലി BJPയുടെ സ്ഥാനാർത്ഥി 1,81,731 വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി H. നാഗേഷ് നേടിയത് 1,37,230 വോട്ടാണ്. അത് 44,501 വോട്ട്. അതായത് 44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു. 2018 തെരഞ്ഞെടുപ്പ് നോക്കുക, വിക്ടറി മാർജിൻ BJP സ്ഥാനാർത്ഥിയാണ്. 17,784 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. 2013 BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. 6,149 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. അതായത് എക്കാലത്തും BJPയുടെ മണ്ഡലം തന്നെയാണ് മഹാദേവപുരം. BJP മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു. വടക്കേ ഇന്ത്യ മിനി നോർത്ത് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വ്യാജമാണ്. ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടെണ്ണൽ മെഷീന്റെ കുഴപ്പമാണ് എന്നായിരുന്നു. അത് വിട്ടിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചു എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ഗൗരവമേറിയ പരാതി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ജനങ്ങളുടെ വിധി അവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് ഭരിക്കാനും അവകാശമുണ്ട്. തൽക്കാലം ജനങ്ങളുടെ വിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. ആ ജനവിധി അംഗീകരിക്കാനുള്ള മാന്യത കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ബന്ധവുമില്ല. അവർക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ബന്ധമുള്ളത്. അവര് ഭൂമിയുടെ അടിയിൽ അവരെ സംസ്കരിച്ചിരിക്കുകയാണ് ജനം. അത് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം. അവിടെ എല്ലാ വീട്ടിലും ഒന്നുകിൽ സൈനികരുണ്ടായിരിക്കും അല്ലെങ്കിൽ വിമുക്ത ഭടൻ ഉണ്ടായിരിക്കും. ആ സംസ്ഥാനത്ത് പോയി അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നു. അത് മാത്രമല്ല വലിയ നുണപ്രചരണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അത് മാത്രമല്ല രാജ്യത്തെ സൈന്യത്തെ തന്നെ അവഹേളിക്കുന്ന എത്രയോ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണോ? ഞാൻ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനോട് വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പ് തോറ്റെന്നറിയോ? 2019 മുമ്പ് JNUവിലേക്ക് കടന്നു ചെന്ന് ഭാരത് തേരെ തുക്കടേ ഹോംഗെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ, ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി അഫ്സൽ ഹം ശർമിന്ദാ ഹെ തേരാ കാതിൽ സിന്ദാ ഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും എന്ന് JNUവിലേക്ക് കടന്നു ചെന്നോ അന്ന് നിങ്ങൾ തോറ്റു. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയി. സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കോൺഗ്രസ് അന്ന് ഇല്ലാതായി പോയി. കാരണം ആത്യന്തികമായി ജനങ്ങൾ, വലിയ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ, വലിയ തോതിൽ രാജ്യസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ, സൈന്യത്തോട് വലിയ മതിപ്പുള്ള ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് കടന്നു ചെന്ന് സൈന്യത്തിനെതിരായിട്ടുള്ള നറേറ്റീവ് പറയുന്നു. നിങ്ങൾ സൈന്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. കരസേന മേധാവിയെ തെരുവ് ഗുണ്ട എന്ന് വിളിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. എയർ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. പാകിസ്ഥാന്റെ നറേറ്റീവിന് അനുകൂലമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നു. കാണുന്ന ജനങ്ങൾ, യുവാക്കൾ നിങ്ങളെ തിരസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ല അത്ഭുതമുള്ളൂ. കാര്യം മനസ്സിലായി.